ദിക്റിൻ്റെ സദസ്സുകൾ ഏറ്റവും മഹത്വം ഉള്ളവയാണ്. സംഘമായിരുന്ന് ദിക്റുകൾ ഉരുവിടുന്നതിന് കൂടുതൽ പ്രതിഫലമുണ്ട്. ഇതിനു പക്ഷേ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. അവ ഇങ്ങനെ സംഗ്രഹിക്കാം. 1. താൻ ചൊല്ലുന്നത് അടുത്തുള്ളവർ അറിയാത്ത വിധം ശബ്ദം താഴ്ത്തുക. 2. ശാന്തത നിലനിർത്തുക. 3. ഭക്തി നിലനിർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉന്നതനും മഹാനുമായ അള്ളാഹുവിനെ ഓർക്കുന്നവരായി ഒരു ജനവിഭാഗവും ഒരുമിച്ച് ഇരിക്കുന്നില്ല. അവരെ മലക്കുകൾ വലയം ചെയ്യുകയും അനുഗ്രഹം മൂടുകയും അവരിൽ ഗാംഭീര്യവും ശാന്തതയും ഇറങ്ങുകയും അവരെക്കുറിച്ച് തൻ്റെ അടുത്തുള്ളവരോട് അള്ളാഹു പറയുകയും ചെയ്തിട്ടൊഴികെ. ഈ നബിവചനത്തിൽ പ്രത്യേകം ഊന്നിപ്പറഞ്ഞ കാര്യങ്ങൾ ഇവയാണെന്ന് കാണാം. 1. ഒരുമിച്ചിരുന്നു ദിക്ർ ദുആ നിർവഹിക്കൽ പുണ്യകരമാണ്. 2. അങ്ങനെ ചെയ്യുന്നവരെ മലക്കുകൾ വലയം ചെയ്യുകയും അനുഗ്രഹം കൊണ്ട് മൂടുകയും ചെയ്യും. 3. അവരിൽ ഗാംഭീര്യവും ശാന്തതയും പ്രകടമാകും, അഥവാ ബഹളമയമല്ലാത്ത ഭയഭക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരന്തരീക്ഷമാകും അവിടെ രൂപപ്പെടുക. 4. അവരെക്കുറിച്ച് തൻ്റെ സമീപസ്ഥരായ മാലാഖമാരോട് അള്ളാഹു സംസാരിക്കും.